ബൈബിൾ കോളേജുകളിലൊക്കെ പോയി സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ പലർക്കും അതിന് സാധിക്കുകയില്ല. കാരണം ഒന്ന്, അത്രമാത്രം മാറി നിന്ന് പഠിക്കാൻ കഴിയുന്നില്ല, അല്ല അതിനു വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ശരിക്കും തീർച്ചയായും ഇങ്ങനെ ഒരു മാധ്യമം വളരെ പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ 9 മണി മുതൽ 10 മണി വരെയാണ് ഇന്ത്യൻ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കൾ മുതൽ വ്യാഴം വരെ മലയാളത്തിലും വെള്ളി ശനി ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയിലായിട്ട് ഇതേ സമയത്തിൽ തന്നെയായിട്ടിത് തുടരുന്നു. ഇപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഒന്ന്, വചനം രജിസ്റ്റർ ചെയ്ത് നോട്ട്സൊക്കെ ലഭിച്ചു, അത് പഠിച്ച് അത് എക്സാമൊക്കെ എഴുതി അങ്ങനെ കൃത്യമായിട്ടൊരു ചിട്ടയോടുകൂടെ മുന്നോട്ട് പോകാം. ചിലർക്കുണ്ട്, അല്ല എനിക്കൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി, വചനം കേട്ടാലൊക്കെ മതി, അങ്ങനെയുള്ളവരുമുണ്ട്. സഹോദരിമാർക്കാണ് വളരെ ആഗ്രഹം. അവരൊന്നും ഒരുപക്ഷെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൃത്യമായി സമയം നോക്കിയിരുന്ന് അതിൽ ചേരുകയും. മറ്റൊരു ചോദ്യം ആളുകൾക്കുണ്ടാകുന്നത്, എത്രയായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ഫീസ്? ലൈഫ് ഫോക്കസ് ടിവിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നു ഇവാഞ്ചലിസ്റ്റ് ബോബി തോമസ്. അദ്ദേഹം എബനേസർ ഓൺലൈൻ ബൈബിൾ സ്കൂൾ എന്ന ഒരു ശുശ്രൂഷയുടെ ചുമതല വഹിക്കുന്ന ഒരു കർത്തൃദാസനാണ്. മാത്രമല്ല മാധ്യമ പ്രവർത്തനങ്ങളിലൂടെയും ബൈബിൾ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയനായ ഒരു ദൈവദാസനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. കോവിഡ് കാലം മുതൽ വളരെ വിശ്വാസികളുടെ ഇടയിൽ ശ്രദ്ധേയമായ ഒരു പേരാണ് എബനേസർ ഓൺലൈൻ ബൈബിൾ സ്കൂൾ. ഞാനതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ ദിവസേന വചനം പഠിക്കുന്ന ഒരു മാധ്യമമായിട്ട് ദൈവം അതിനെ ഉപയോഗിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാൻ കാരണമായത്? ഈ ശുശ്രൂഷയുടെ ആരംഭം 2020 കോവിഡ് തുടങ്ങി. അതിൻ്റെ ഒരു എല്ലാം അടഞ്ഞ ഒരു സമയമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അതിന് മുമ്പ് ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സിബി എൻജെ, പ്രിയദേവദാസനും ഞങ്ങൾ ഇരുവരും ഒന്നിച്ചു ചേർന്ന് ഒരു കറസ്പോണ്ടൻസ് ആയിട്ട് ഒരു വചന പഠനത്തിന് ആരംഭം കുറിച്ചു. അത് സൂമിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഒന്നുമല്ല. കുറച്ച് സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നോട്ട് കൊടുത്ത് പിന്നീട് ശേഷം ഒന്നിച്ച് കൂടി ഡിസ്കസ് ചെയ്യണം, പഠിക്കണം എന്ന നിലയിലായിരുന്നു അതിനാരംഭം കുറിച്ചു. അതിനുശേഷമാണ് കോവിഡ് വന്ന് എല്ലാം നിന്നുപോയത്. കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. കോവിഡ് കാലത്തിന് മുമ്പേ ഇങ്ങനെ ഒരു ആശയം വന്നതാണ്. സിബി ബ്രദറിൻ്റെ നിന്നായിരുന്നു ആ ഒരു ആലോചന വന്നത്. ആദ്യം എന്നോടാണത് പങ്കുവെച്ചത്. അന്നൊരു ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ പോലും ഞങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു കാര്യത്തിലേക്ക്. പിന്നീട് അതിനുശേഷം ഈ ബൈബിൾ സ്കൂളായതും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ നിലയിലൊന്നും അല്ലായിരുന്നു ഒന്നിച്ചുകൂടി സഭയിൽ ഒന്നിച്ചുകൂടി പഠിക്കണം എന്നതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതങ്ങ് നിന്നുപോയി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കോവിഡായി. സൂം മാധ്യമത്തിലൂടെയൊക്കെ പലയിടങ്ങളും സഭകളിലുമൊക്കെ ക്ലാസ്സുകളുമൊക്കെ നടക്കുന്ന സമയത്ത് ഇതിൽ ജോയിൻ ചെയ്തിരുന്ന ഒരു സഹോദരി ആ സഭയിലുണ്ടായിരുന്നു. ആ സിസ്റ്റർ ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് സൂമിൽ ഇത് ചെയ്തുകൂടാ എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതേ നിലയിൽ ക്ലാസ് എടുത്തുകൂടാ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ സിബി ഭദ്രമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 3 മാസക്കാലം എല്ലാ ദിവസവും ഒന്നിച്ച് ഞങ്ങൾ കൂടി വചനം പഠിക്കുന്ന നിലയിൽ ആരംഭിച്ചതാണ്. അതാണ് ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. ദൈവം ഇതിനൊരു തുടക്കം ഇടുന്നത് അങ്ങനെയായിരുന്നു. കർത്താവിൻ്റെ ദാസൻ സിബി എൻജെ എനിക്കും വളരെ സുപരിചിതനാണ്. ഞങ്ങൾ ഒരുമിച്ച് പത്തനംതിട്ടയിലുള്ള ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദർശനം ദൈവം നൽകി എന്നുള്ളതിൽ വളരെ അധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ചെറിയ നിലയിൽ ആരംഭിച്ചു എങ്കിലും അത് എങ്ങനെയാണത് ലോകവ്യാപകമായിട്ട് മാറിയത്? ഈ 3 മാസം ആരും അറിയാതെ ഏകദേശം ഒരു 15-20 പേര് മാത്രമായിരുന്നു ഞങ്ങൾ ഡെയിലി കൂടി. അപ്പോൾ അത് വളരെ പ്രയോജനകരമായി തോന്നി. ഞങ്ങൾക്കും പഠിക്കാൻ വരുന്നവർക്കും എല്ലാവർക്കും അത് വളരെ പ്രയോജനകരമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചിന്തിച്ചു, എന്തായാലും സൂമിലൂടെ ആരംഭിച്ചു, ഇങ്ങനെ പോകുന്നു, എന്തുകൊണ്ട് അനേകർക്ക് പ്രയോജനം, അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന വചനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒതുങ്ങിക്കൂടിയൊക്കെ പോകുന്നവർക്കുമൊക്കെ വചനം പഠിക്കാൻ ഒരു മുഖാന്തരമല്ലേ. അങ്ങനെയാണ് ഇതൊരു ബൈബിൾ സ്കൂൾ എന്ന നിലയിലേക്ക് ആരംഭിക്കാം എന്ന് ദൈവം ഒരു ബോധ്യം നൽകിയത്. ആ നിലയിൽ അതിന് ആരംഭം കുറിച്ചു. അങ്ങനെ അത് ആരംഭിച്ചു. അപ്പോൾ ഏകദേശം 7-8 സഹോദരന്മാർ ഈ നിലയിൽ ഒരു അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് എന്ന നിലയിൽ അവരും
വളരെ പ്രോത്സാഹനമായിട്ട് ആദ്യം നിന്നു. അങ്ങനെ ഒരു സ്കൂൾ എന്ന നിലയിൽ എബനേസർ ഓൺലൈൻ ബൈബിൾ സ്കൂൾ സഹായത്തിൻ്റെ പാറ, അല്ലെങ്കിൽ ദൈവം സഹായകനായി എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു നാമമിട്ട് അങ്ങനെ ആരംഭിച്ചു. EOBS എന്ന നിലയിൽ 2020 അങ്ങനെ ഒരു സ്കൂളായിട്ട് ഇത് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബൈബിൾ കോളേജുകളിലൊക്കെ പോയി സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ പലർക്കും അതിന് സാധിക്കുകയില്ല. കാരണം ഒന്ന്, അത്രമാത്രം മാറി നിന്ന് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെ അതിന് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ശരിക്കും തീർച്ചയായും ഇങ്ങനെ ഒരു മാധ്യമം വളരെ പ്രയോജനപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുവരെ ഇപ്പോൾ 2020 തൊട്ട് 2026 വരെയായി, ഇത്രയും വർഷങ്ങളിൽ മുടങ്ങാതെ ആ കാര്യങ്ങൾ പോകാനായിട്ടിടയായി. എങ്ങനെയാണ് നിങ്ങളുടെ ബൈബിൾ സ്കൂള് ഏത് സമയത്താണ്, ആഴ്ചയിൽ എത്ര ദിവസമാണ് എന്നൊക്കെ ഒന്ന് പറയാമെങ്കിൽ ഇനി ഈ കേൾവിക്കാരിൽ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും ഈ ബൈബിൾ കോളേജ് പഠനം അല്ലെങ്കിൽ ബൈബിൾ സ്കൂൾ പഠനം എന്ന് പറയുന്നത് പലരുടെയും ചിന്ത സുവിശേഷ വേലയ്ക്ക് പോകുന്നവരോ അല്ലെങ്കിൽ പൂർണ്ണ സമയ ദൈവവേലയ്ക്കായിരിക്കുന്നവർ മാത്രം പഠിക്കേണ്ടതാണ്, ഞങ്ങൾക്കൊന്നും സാധിക്കില്ല, അതിനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ അത്രയും ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവവചനം പഠിക്കുക എന്നതേ ഉള്ളൂ നമ്മളിതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്തെല്ലാം പഠിക്കുന്നത്? അടിസ്ഥാനപരമായ ദൈവശാസ്ത്ര കാര്യങ്ങൾ, വിഷയങ്ങൾ, പുസ്തക പഠനങ്ങൾ, ഇതെല്ലാവർക്കും സാധിക്കണം എന്നതാണ് മറ്റൊരു ആശയം. ചെറുപ്പക്കാർ മാത്രമല്ല. ബൈബിൾ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ആദ്യം 15 വയസ്സ് പ്രായമായ ഒരു മകനുണ്ടായിരുന്നു. തൊട്ട് 90 വയസ്സ് വരെയുള്ളവർ പഠിക്കുന്നുണ്ട്, സഹോദരന്മാരെല്ലാവരും. അപ്പോൾ അത് വലിയൊരു സന്തോഷമാണ്. ഇതിൻ്റെ ക്രമം ഇത് 2020 ആരംഭിക്കുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ ഇന്ത്യൻ സമയത്താണ് ക്ലാസ് ആരംഭിച്ചത്. ആ ഒരു സമയം ദൈവം അങ്ങനെ ബോധ്യമാക്കി നൽകിയത് കൊണ്ടാണ് അത് തുടങ്ങിയത് തന്നെ. പല ടൈമുകൾ ഇങ്ങനെ ചിന്തിച്ചെങ്കിലും 9 മണി മുതൽ 10 മണി വരെ, അന്ന് കോവിഡ് സമയത്ത് എല്ലാവരും വീട്ടിൽ ഫ്രീ ആയിരുന്നു, പക്ഷെ ആ സമയം അങ്ങ് വെച്ചു. എന്നാൽ ഇന്ന് കോവിഡൊക്കെ മാറി എല്ലാവരും തിരക്കുകൾ വന്നപ്പോഴും വീട്ടിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നൊരു ടൈം വചനം കേൾക്കാൻ, പഠിക്കാൻ ഒരു സമയമായി അത് തിരിഞ്ഞു. അപ്പോൾ 9 മണി മുതൽ 10 മണി വരെയാണ് ഇന്ത്യൻ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരുന്നു. 2 വർഷം മുമ്പ് ഒരു ബോധ്യം നൽകി, ഒരു ഭാരം നൽകി. ചില സഹോദരങ്ങളൊക്കെ ചോദിച്ചു, എന്തുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ യൂത്തായിട്ടുള്ളവർക്കൊക്കെ ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ പറ്റുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ആരംഭിക്കണമെന്ന് ദൈവം തോന്നിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ തിങ്കൾ മുതൽ വ്യാഴം വരെ മലയാളത്തിലും ഇതേ സമയത്തിൽ തന്നെ വെള്ളി ശനി ദിവസങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷയിലായിട്ട് ഇതേ സമയത്തിൽ തന്നെയായിട്ടത് തുടരുന്നു. ഇപ്പോൾ 2 ബാച്ച് എന്ന നിലയിലാണ് പോകുന്നത്. ആദ്യത്തെ ബാച്ച് ഇപ്പോൾ 6 വർഷമാകുന്നു. 6ാമത്തെ ബാച്ച് നടക്കുന്നു. ഇംഗ്ലീഷ് ബാച്ച് 2ാമത്തെ ബാച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോവിഡ് കാലങ്ങളിൽ തുടങ്ങിയ പല സൂം മീറ്റിങ്ങുകളും തുടക്കത്തിൽ 100-150 പേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് 5-10 എന്നുള്ള നിലയിലേക്ക് അംഗസംഖ്യ കുറഞ്ഞതായിട്ട് പല സൂം മീറ്റിങ്ങുകളിലും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ എബനേസർ ഓൺലൈൻ ബൈബിൾ സ്കൂളിനെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇപ്പോഴും അതേപോലെ തന്നെ 100ഓളം ആളുകൾ സ്ഥിരമായി പഠിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിൻ്റെ അറ്റൻഡൻസ്? അതിൽ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ ഒരു ദേവദാസൻ എഴുതിയത് വായിച്ചിട്ടുണ്ട്. ഇഫ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഓർ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്, എന്നാൽ ദൈവമല്ലത് ശരിക്കും പ്രവർത്തിച്ചതെന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ എങ്ങനെ ഇത് സംഭവിക്കുന്നുവെന്ന് വിശദീകരിക്കാൻ പോയാൽ അത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ അല്ലെങ്കിൽ ചെയ്യുന്നു എന്നതാകും. ഒരിക്കലുമല്ല. ദൈവം ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട്, ദൈവം ഇതിൻ്റെ ആരംഭം കുറിച്ചത് കൊണ്ടാണ്. എന്നാൽ ആദ്യ വർഷങ്ങളിൽ തന്നെ ഞാൻ സുബിബദറിനോടും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യം, വളരെ അംഗസംഖ്യ കുറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും നടത്തിക്കൊണ്ട് പോകാനാണെങ്കിൽ അതല്ല ദൈവം. നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ട് ദൈവം നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമ്പോൾ മിനിമം അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കണം, അനേകരിലേക്ക് വചനം എത്തിക്കണം എന്നൊരു വലിയ ഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബാച്ച് കഴിയുമ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ അടുത്ത ബാച്ച് അങ്ങേക്ക് ഹിതമാണെങ്കിൽ മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ഒരു ചിന്തയില്ല. അങ്ങാണിത് ആരംഭിച്ചത്. ദൈവം തന്നെ അതിൻ്റെ ഓരോ ആ ബോധ്യം തരണം ഓരോ വർഷവും. അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അംഗസംഖ്യ കുറഞ്ഞതുകൊണ്ടൊരു ക്ലാസ് എടുക്കാനോ പഠിപ്പിക്കാനോ പാടില്ല എന്നൊരു ചിന്താഗതിയല്ല. കുറഞ്ഞു എന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിലും ഈ EOBSനെ സംബന്ധിച്ചിടത്തോളം
ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ വയ്ക്കുന്ന എല്ലാ വർഷവും ഞങ്ങൾ വയ്ക്കുന്ന പ്രാർത്ഥനയും അത് തന്നെയാണ്, അങ്ങയുടെ ഹിതമെങ്കിലേ അടുത്ത വർഷത്തേക്ക് ഇത് തുടരാൻ പാടുള്ളൂ എന്നത്. അപ്പോൾ ദൈവം അതിൻ്റെ സൈനായിട്ട് നൽകുന്ന ഒരു അടയാളം എന്ന നിലയിൽ തരുന്നത് ഓരോ വർഷം വരുമ്പോഴും അംഗങ്ങൾ കൂടും അല്ലെങ്കിൽ നല്ലൊരു നമ്പർ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇതിലുള്ള കുറേ പേര് കഴിഞ്ഞ 5 വർഷമായിട്ട് പഠിക്കുന്നവരും ഇതിനകത്തുണ്ട്. അവരോട് പക്ഷേ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണിത്, ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ വചനം പഠിക്കുന്നത് വളരെ സന്തോഷമാണ്. ആ ഒരു വലിയ പ്രോത്സാഹനമൊക്കെ ദൈവം ഇവരിലൂടെയും കൂടെ നൽകുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. ഇത് രജിസ്റ്റർ ചെയ്ത് ഒരു ബൈബിൾ സ്കൂൾ എന്നുള്ള നിലയിൽ ചിട്ടയായിട്ടുള്ള പഠനമായിട്ടാണോ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല പ്രായക്കാരുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്തൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ എക്സാം എഴുതണോ, നോട്ടിൻ്റെ പഠിച്ച് ക്വിസൊക്കെ പങ്കെടുത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾക്ക് ഈ ടെക്നോളജിക്കലി അത്ര അറിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ 2 ഓപ്ഷനുണ്ട്. ഒന്ന്, വചനം രജിസ്റ്റർ ചെയ്ത് നോട്ട്സൊക്കെ ലഭിച്ചു, അത് പഠിച്ചു, അത് എക്സാമൊക്കെ എഴുതി അങ്ങനെ കൃത്യമായിട്ടൊരു ചിട്ടയോടുകൂടെ മുന്നോട്ട് പോകാം. ചിലർക്കുണ്ട് അല്ല, എനിക്കൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി, വചനം കേട്ടാലൊക്കെ മതി, അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നവരാണ് ഈ നല്ല കൂട്ടം ആളുകളുള്ളത്. അപ്പോൾ അവർക്കൊരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ക്ലാസ് നോട്ട്സുകളുണ്ട്, എക്സാംസ് നടക്കും, ഒരു റെഗുലറായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോകും. അല്ലാത്തവർക്കൊരു റെഗുലർ ഗ്രൂപ്പുണ്ട്, ആർക്കെങ്കിലുമൊക്കെ ലിങ്ക് കിട്ടിയാൽ മതി, ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കണമെന്ന് തോന്നുമ്പം പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. ഞങ്ങൾക്ക് പഠിച്ചാൽ മതി, എക്സാം ഒന്നും എഴുതണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അതിനുള്ള സാഹചര്യവും ഉണ്ട്. സാധാരണ ഇത് നവംബർ മാസത്തിലാണ് ഒരു ബാച്ചും ആരംഭിക്കുന്നത്. അപ്പോൾ നവംബർ ഡിസംബർ ഒരു 1-2 മാസത്തിനുള്ളിലൊക്കെ ഇങ്ങനെ വരുന്നവർ ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അതിൽ ഒരു കുഴപ്പവുമില്ല, നമുക്കത് മേക്കപ്പ് ചെയ്യാം. എന്നാൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് 5-6 മാസമൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അപ്പോൾ അവർക്ക് ഈ ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഒരു പ്രത്യേകത, നമുക്ക് ഓരോ വിഷയങ്ങളും 1 അല്ലെങ്കിൽ 2 ആഴ്ചയായിരിക്കും ക്ലാസ് നടക്കുന്നത്. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ പുതിയ വിഷയമാണ്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റിയുടെ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഒരു വിഷയം കഴിഞ്ഞു, അപ്പോൾ ഒരാൾക്ക് ഇനിയും പഠിക്കണം, ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്യുന്ന അടുത്ത വിഷയം അടുത്ത ആഴ്ച ആരംഭിക്കും. അപ്പോൾ ആ വിഷയം പഠിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള വിഷയം അവർക്ക് ചൂസ് ചെയ്ത് പഠിക്കാം. അങ്ങനെ ഒരു സാഹചര്യം കൂടെ, ഒരു സാധ്യതയുണ്ട് ഇതിനകത്ത്. ഇതിപ്പം 1 ഇയർ കോഴ്സായിട്ടാണോ? അതെ, 1 ഇയർ കോഴ്സാണ്. നവംബറിൽ തുടങ്ങി ഒക്ടോബറിൽ അവസാനിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എന്തെല്ലാം അതിൻ്റെ അസൈൻമെൻറ്റ്സോ അല്ലെങ്കിൽ ക്വിസോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്? രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരം ഇതിലില്ല. അതായത് വളരെ ഒത്തിരി ചിട്ടകൾ കൊണ്ടുവന്ന് ഒത്തിരി ഭാരം കൊണ്ടുവന്നൊന്നുമല്ല. കൂടുതൽ പേരും പ്രായമൊക്കെ ഉള്ളവരായതുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ വിഷയങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നോട്ട്സുകൾ കൊടുക്കും. ആ നോട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാമുകൾ നടത്തും. അതാണ് റെഗുലറായിട്ട് ചെയ്തു പോകുന്നത്. പിന്നെ വൺസ് ഇൻ എ വൈൽ ക്വിസ് പ്രോഗ്രാമുകൾ നടത്തും, ബൈബിൾ ക്വിസ് പൊതുവിൽ നടത്തും. അത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അങ്ങനെ അത് വളരെ രസകരമായിട്ട് അങ്ങനെ അത് നടത്താറുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ ചില അധ്യാപകർ ചില വിഷയങ്ങൾക്ക് ചില അസൈൻമെൻറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ബൈബിൾ സ്റ്റഡി മെത്തേഡ് എന്ന വിഷയമൊക്കെ എടുക്കുമ്പോൾ അതിന് അസൈൻമെൻറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. പൊതുവെ ഈ നിലയിലാണ് പോകുന്നത്. എക്സാംസാണ്, നോട്ട്സ് കൊടുക്കുന്നുണ്ട്, അത് പഠിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകും. ഇതൊരു ബൈബിൾ സ്കൂൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളാണ് അതിൽ കവർ ചെയ്യുന്നത്? അടിസ്ഥാനപരമായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്, എല്ലാ വർഷവും ശ്രമിക്കുന്നത്, ദൈവശാസ്ത്രത്തിലെ 10 ബ്രാഞ്ചുകൾ, ശാഖകൾ എന്ന് പറയുന്ന ആ കാര്യമാണ്. സിസ്റ്റമാറ്റിക് തിയോളജിയിൽ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പഠനം, പുത്രനെക്കുറിച്ചുള്ള ക്രിസ്തുശാസ്ത്രം, പരിശുദ്ധാത്മശാസ്ത്രം, അങ്ങനെ സഭാശാസ്ത്രം, അങ്ങനെയുള്ള അങ്ങനെയുള്ള വിഷയങ്ങളാണ് 10 ബ്രാഞ്ചസ് കവർ ചെയ്യാൻ ശ്രമിക്കും. പിന്നീട് പുസ്തക പഠനങ്ങൾ ഉണ്ട്. ബൈബിളിലെ പുസ്തകങ്ങളുടെ പഠനമുണ്ട്. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ മുഴുവൻ ഒരു വർഷം കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും സെലക്റ്റീവായിട്ടുള്ളത് എടുക്കും. പിന്നീട് മറ്റ് വിഷയങ്ങൾ, വചന പഠന രീതികൾ, വചന വ്യാഖ്യാന ശാസ്ത്രം, ഇങ്ങനെയുള്ള വിഷയങ്ങളും പൊതുവായുള്ള ചില വിഷയങ്ങളും എടുക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ചില വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷം പഠിച്ച് അടുത്ത വർഷം വീണ്ടും ജോയിൻ ചെയ്ത് തുടരുന്നവരുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ കരുതി വിഷയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ദൈവശാസ്ത്ര വിഷയങ്ങളുണ്ടെങ്കിലും പുസ്തക പഠനങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. എന്നാൽ ചിലതൊക്കെ അങ്ങനെ വരാറുമുണ്ട്. അപ്പോൾ പൊതുവെ ചെയ്യുന്നത് ഒരേ അധ്യാപകരായിരിക്കില്ല അതേ വിഷയം വീണ്ടും കൈകാര്യം ചെയ്യുന്നത്. വേറെ അധ്യാപകർ മറ്റൊരു വീക്ഷണത്തിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കും. ഒരു സിസ്റ്റമാറ്റിക് ബൈബിൾ പഠനം ചെയ്യുമ്പം ക്വാളിഫൈഡ് ടീച്ചേഴ്സ് എന്നുള്ളൊരു ചിന്ത ഉണ്ട്. എല്ലാ ദൈവമക്കൾക്കും വചനം വായിക്കാനും ധ്യാനിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെ കഴിയും.
എന്നാലൊരു അക്കാഡമിക് ലെവലിൽ പോകുമ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അവർ വചനം പഠിച്ചു, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് വചനം എങ്ങനെ പഠിപ്പിക്കുന്നു എന്നറിയുന്നത്. ഞാൻ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക വില കൽപ്പിക്കാൻ വേണ്ടി പറയില്ല, ഒരു അക്കാഡമിക് നിലയിൽ പറയുമ്പോൾ ഞാൻ പറയാം, അങ്ങനെ ഉള്ള ടീച്ചേഴ്സാണോ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് മിക്കവാറും? ഞാൻ ഒരു വാക്കിൽ പറഞ്ഞാൽ ഈ OVS പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും നന്നായി വചനം പഠിച്ച് പഠിപ്പിക്കുവാൻ കൃപാവരമുള്ളവരാണ് എടുക്കുന്നത്. ഇതൊരു ബൈബിൾ സ്കൂൾ ആയതുകൊണ്ട് ഇതിൽ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ തന്നെ വചനം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചു ശീലമുള്ളവരും മറ്റു കോളേജിൽ പഠിപ്പിക്കുന്നവരും സഭകളിൽ ക്ലാസ് എടുക്കുന്നവരും ഒക്കെയാണ്. എന്ന് വെച്ചാൽ ഒരു ബൈബിൾ കോളേജ് ഡിഗ്രി ഉള്ളവരെ പഠിപ്പിക്കുന്നുള്ളൂ എന്നതൊരിക്കലുമില്ല. ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ചിലരൊക്കെ സഭകളിൽ എൽഡേഴ്സ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അവർ പഠിപ്പിക്കാറുണ്ട്, കാരണം അവർ വളരെ വചനത്തിൽ അധ്വാനിക്കുന്നവരാണ്, അവർ പഠിപ്പിക്കുന്നവരാണ്. വചനത്തിൽ അധ്വാനിച്ച് വചനം പഠിച്ച് പഠിപ്പിക്കുവാൻ താല്പര്യമുള്ളവരും അങ്ങനെ ശുശ്രൂഷ ചെയ്തു വരുന്നവരും ദൈവദാസന്മാർ പൂർണ്ണ വേലയിലായിരിക്കുന്നവരെന്ന് മാത്രമല്ല, അല്ലാത്തവരും ഒക്കെ ചിലരൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. എന്നാലും പ്രധാനമായിട്ടും വചനം പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിപ്പിക്കുവാൻ ദൈവം കൃപാവരം നൽകിയിട്ടുള്ളവരുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഇതിനൊരു ഗ്രാജുവേഷൻ പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഗ്രാജുവേഷൻ നടത്താറുണ്ട്. പൊതുവെ അത് ഒക്ടോബർ മാസം ഒടുവിലാണ് അത് ഗ്രാജുവേഷൻ നടക്കുന്നത്. ഇത് ഓൺലൈനാണെങ്കിലും ഓൺലൈനിൽ തന്നെയാണ് ഇതിന് ഗ്രാജുവേഷൻ നടക്കുന്നത്. പലരും അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കിങ്ങനെ ഒന്നിച്ച് കൂടണം. മുമ്പ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ എല്ലാവരെയും വിളിച്ചു കൂട്ടി നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഒത്തിരി പ്രയാസം അതിലുണ്ട്. വരാൻ കഴിയാത്തവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഓൺലൈനിൽ തന്നെയാണ് ഗ്രാജുവേഷൻ നടക്കുന്നത്. അതും ആ നിലയിലാണ് പോകുന്നത്. ഗ്രാജുവേഷനുണ്ട്, കാര്യങ്ങൾ ആ നിലയിൽ ക്രമീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പഠിച്ച ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് അവർക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കർത്താവിനുദാസൻ ബോബി കാര്യത്തിൽ ചുമതല വഹിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അനേക ആളുകളിൽ നിന്നും അവരുടെ റിഫ്ലക്ഷൻസ് കേൾക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേട്ടതിൽ ഈ ചുമതല വഹിക്കുന്നു എന്നുള്ള നിലയിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തിയ, അല്ലെങ്കിൽ അത് തുടരണം എന്ന് പ്രേരിപ്പിച്ച ചില റിഫ്ലക്ഷൻസ് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരുപാടുണ്ട് പറയാൻ. മുമ്പ് ആദ്യം ചോദിച്ച ആ ചോദ്യം എന്ന് പറയുന്നത്, ഇത് ജോയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഞാനോ സിബിബദ്രോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള മറ്റു സഹോദരന്മാരോ ഒക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും അധികം ജോയിൻ ചെയ്തിട്ടുള്ളവരെല്ലാം ഇതിൽ പഠിക്കുന്നവർ തന്നെയാണ് ബാക്കിയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കയറ്റിക്കൊണ്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് വളരെ പ്രയോജനമായി, അതിന് നിങ്ങളും പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് വന്നത്. അതാണ് ഇതിൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്. ദൈവം ആ നിലയിലാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സഭകളിൽ എൽഡേഴ്സ് ആയിരിക്കുന്നവരുണ്ട്, ഇതിൽ പഠിക്കുന്നുണ്ട്, ദൈവദാസന്മാർ പഠിക്കുന്നുണ്ട്, മറ്റ് ജോലികളുള്ള ബന്ധത്തിലൊക്കെ വളരെ തിരക്കുള്ളവരൊക്കെ ഇതിൽ സമയം കണ്ടെത്തി പഠിക്കാൻ വരുന്നുണ്ട്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ സഭയിൽ വചന ശുശ്രൂഷ ഏൽപ്പിച്ചു. ഞാനങ്ങനെ ഒരിക്കൽ മുമ്പ് ചെയ്യാൻ തുനിഞ്ഞിട്ടില്ലായിരുന്നു. ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്തോ പിന്നിലേക്ക് നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ OBS കയറി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം സഭയിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ലഭിക്കുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ ചെയ്യാനും, കാരണം ഓൾറെഡി പഠിക്കുന്നുള്ളത് കൊണ്ടും ഒരു ബലവും ആ നിലയിൽ ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു, വളരെ പ്രയോജനം വന്നു എന്ന് സഭയിലുള്ളവരും വ്യത്യാസം, അതിൻ്റെതായിട്ട് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ ഇതിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ സഭകളിൽ പഠിപ്പിക്കുന്നു എന്നതും ഒക്കെ കേൾക്കാനൊക്കെ ഉള്ള ഒത്തിരി സന്തോഷം ലഭിക്കാം. സഹോദരിമാരായിട്ടുള്ള പലരും ഈ ശുശ്രൂഷയിൽ വചനം പഠിക്കുവാനായിട്ട് താല്പര്യമുള്ളവരാണ് എന്നറിയാം. അവർക്ക് തുടരാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. പൊതുവെ ഒരു ചിന്തയുണ്ട്, സഹോദരന്മാരാണ് ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുന്നത് എന്നൊക്കെ. സഹോദരിമാർക്കാണ് വളരെ ആഗ്രഹം. അവരൊന്നും ഒരുപക്ഷെങ്കിൽ അവർക്ക് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പ്രായഭേദമന്യേ ഒത്തിരി പേര് ജോയിൻ ചെയ്യുകയും പഠിക്കുകയും മറ്റു സഹോദരിമാരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു ദിവസം നോട്ട്സ് വൈകിയാലോ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഏത് വിഷയമാണ് അടുത്തെന്ന് ഒക്കെ ചോദിക്കുന്ന ഒത്തിരി സഹോദരിമാരും ഉണ്ട്. പ്രായമുള്ളവരാണെങ്കിൽ പോലും അവർ വളരെ ഉത്സാഹത്തോടു കൂടി എക്സാമൊക്കെ എഴുതുന്ന ദിവസം ഞാൻ വളരെ തിരക്കാണ്. കാരണം ഒരുപാട് പേര് വിളിക്കും, എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് എത്ര സ്കോർ ലഭിച്ചു, ആ ചോദ്യത്തിനൊരു തെറ്റുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കുക. അത് വളരെ കൂടുതൽ സഹോദരിമാരാണ് ചെയ്യാറ്. മറ്റൊരു ചോദ്യം ആളുകൾക്കുണ്ടാകുന്നത്, എത്രയായിരിക്കും ഇതിൻ്റെ
അഡ്മിഷൻ ഫീസ്? അത് നല്ലൊരു ചോദ്യമാണെങ്കിലും ഇത് ആരംഭിച്ചപ്പോൾ മുതൽ ഞാൻ മുമ്പ് പറഞ്ഞ ദൈവമാണ് ഇതിനൊരു ബോധ്യം നൽകിയത്. ദൈവമാണ് ഈ ശുശ്രൂഷയ്ക്ക് കൈക്ക് പിടിച്ച് നടത്തിയതും. അതുകൊണ്ട് ഇന്നേ വരെ ഒരു ഫീ എന്ന നിലയിൽ ഇത് ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ഇത്ര ഫീ അങ്ങനെയൊന്നുമില്ല. ഇതൊരു ഫ്രീ ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ നിലയിലാണിത് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവജനത്തിൻ്റെ സഹകരണമൊക്കെ ഇതിൽ ലഭിക്കുന്നു എന്നതാണ് ദൈവം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണവും തന്നെ. അല്ലെങ്കിൽ ഇത് ഒരു പ്രോത്സാഹനമായിട്ട് നിൽക്കുന്നതും. ഒരു ഫീ ഇതിനില്ല. അതുകൊണ്ട് ഫീ ചിന്തിച്ച് ആരും ജോയിൻ ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. ഇത് ഫ്രീ ആണ്. ആ നിലയിലാണ് ഈ ശുശ്രൂഷ ദൈവം നടത്തുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മിനിസ്ട്രി ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഒരു ഉണർവിന് കാരണമായി തീരും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൃത്യമായി സമയം നോക്കിയിരുന്ന് അതിൽ ചേരുകയും കൃത്യമായി എല്ലാ ദിവസവും മുടങ്ങാതെ അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും ദൈവവചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ അല്ലെങ്കിൽ അതിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഏറ്റവും അധികം അതിന് കാരണമായി തീരും. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് ഇത് അനുഗ്രഹമായി തീരട്ടെ. ആ ദൈവജനം കടന്നു ചെല്ലുന്ന സഭകളിൽ അത് അനുഗ്രഹമായി തീരട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. കാരണം ദൈവം വെറുതെ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയല്ല. ഇതിന് ഞാൻ എന്തിനോ വേണ്ടിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനോ വേണ്ടിയോ അധ്വാനിക്കുന്നു എന്നതല്ലല്ലോ. ഫലം തീർച്ചയായിട്ടും അത് ആത്മീയ നിലയിൽ തന്നെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ അത് കാണാനായിട്ട് സാധിക്കണം. വചനം പഠിച്ചു എന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. കുറേ ബുദ്ധി അല്ലെങ്കിൽ തലയിൽ കുറേ അറിവുണ്ട്, അത് അറിവ് ചീർപ്പിക്കുന്നു എന്നതുപോലാവും. മറിച്ച് ആത്മീയ വർധന വരുത്തിയും സഭകൾ സജീവമായും വിശ്വാസികൾ ബലപ്പെട്ടിരിക്കാനായിട്ട് സാധിക്കും. അത് ദൈവവചനത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ദൈവവചനം പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവവചനം എത്ര അധികം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി വരുമ്പോഴാണ് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിൽ, രീതികളിൽ, പെരുമാറ്റങ്ങളിൽ, ശുശ്രൂഷകളിലെല്ലാം. തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. ചിലരെങ്കിലും കർത്താവിനോട് അടുക്കാൻ കാരണമായി തീരണം. മറ്റൊരു സന്തോഷമുള്ളത്, പുതുതായിട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വരുന്ന പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ പഠിക്കാൻ, വചനം പഠിച്ചു വളരാൻ, അങ്ങനെയുള്ള ഒത്തിരി ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്രോത്സാഹനമാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. നമ്മൾ കേട്ടതുപോലെ നമുക്കെല്ലാവർക്കും ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനുള്ള ഒരു അവസരം ആയിട്ട് എബനേസർ ഓൺലൈൻ ബൈബിൾ സ്കൂളിൻ്റെ ശുശ്രൂഷയെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ നിലയിൽ ദൈവവചനം പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും അതിൽ ജോയിൻ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിക്കണമെങ്കിൽ നവംബർ മാസത്തിൽ അതിൽ ചേർന്ന് പഠിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.